ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ മൂലം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർ തൻ്റെ കൂടെയുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും കൂടിയാണ്. പ്രത്യേകിച്ച് തൻ്റെ കൂടെയുള്ളവരുടേതായിട്ടുള്ള മനോവിഷമതകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വരും വരായികൾ പോലും നോക്കാതെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാർ. എന്നാൽ പൊതുവേ തൊഴിൽ രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ കഴിയുള്ളവരായതുകൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും നേടുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പ്രധാനമായിട്ട് അനാവശ്യമായിട്ട് ധനം ചിലവ് ചെയ്യുവാൻ താല്പര്യം കുറഞ്ഞവരാണെങ്കിലും വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്ഷീണം ഈ നക്ഷത്രക്കാരെ ബാധിക്കാറുണ്ട്. ധനുരാശിയിൽ ജനിച്ച ഈ മൂലം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയത്ത് സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും 3-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സ്വാധീനശക്തി നിലനിൽക്കുന്നത് കൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം എല്ലാം തന്നെ മനസ്സന്തോഷവും അഭിവൃദ്ധിയും ശ്രേയസ്സും നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്, പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയത്ത്. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ സർവീശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സ്വാധീനശക്തി നിലനിൽക്കുന്നത് കൊണ്ട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ മൂലം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഈ ഒരു സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്, പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വിശേഷാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും ഭഗവാന് വിശേഷിച്ച് വഴിപാടുകളും ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്.